30ാമത് എഡിഷൻ ഫിലിം ഫെസ്റ്റിവൽ വലിയ പ്രതിസന്ധി അതിജീവിച്ചാണ് മികച്ച നിലയിൽ പൂർത്തീകരിച്ചത്. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ ഗവൺമെന്റ് കാലത്ത് ഓരോ വർഷവും വലിയ ജനപങ്കാളിത്തത്തോട് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ലോകത്തെ ഏറ്റവും നല്ല ക്ലാസിക്കലായിട്ടുള്ള സിനിമകൾ ഇവിടെ എത്തിച്ച് ജനങ്ങൾക്ക് പ്രയോജനകരമായി സിനിമാ പ്രേമികൾക്ക് അവതരിപ്പിക്കുന്ന ഒരു മികച്ച സംഘാടനമാണ് സർക്കാരും അക്കാദമിയും ചെയ്യുന്നത്. ഈ പ്രാവശ്യവും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വളരെ നേരത്തെ തന്നെ നമ്മൾ ആരംഭിച്ചുവെങ്കിലും ഈ കേരളത്തിൽ അവതരിപ്പിക്കുന്ന സിനിമകൾ അതൊക്കെ നേരത്തെ തന്നെ അവതരിപ്പിച്ച് ആ സിനിമയ്ക്ക് നേതൃത്വം കൊടുത്തവരെ കേരളത്തിനെ ആദരിച്ച പല സംഭവങ്ങളും നമ്മുടെ മുന്നിൽ. അതിന് കർത്തവ്യപ്പെടുക. തുടക്കം മുതൽ മലയാളത്തിലെ ഈ ഫെസ്റ്റിവൽ അതില്ലാതാക്കാൻ തകർക്കാനുള്ള ഗൂഢാലോചന നടന്നു വന്ന വസ്തുതയാണ്. അവസാനം 19 സിനിമയ്ക്ക് അംഗീകാരം നൽകുക. പക്ഷേ കേരളത്തിലെ ഈ ഗവൺമെന്റ്, ഞാനതിൽ അഭിമാനിക്കുകയാണ്, നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കീഴിൽ ഞങ്ങൾ ഇതിനെ നേരിടും എന്ന് പ്രഖ്യാപിച്ചു. ഈ പടങ്ങളൊക്കെ നിരോധിച്ചാൽ, ഇവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ, സെൻസർ ചെയ്താൽ അത് ഭയപ്പെട്ട് വീട്ടിൽ ഒളിച്ചുകൊടുക്കുന്ന പാരമ്പര്യമല്ല ഞങ്ങൾക്ക്. പക്ഷെ ചില റിലേഷൻസിന്റെ കേന്ദ്ര സംസ്ഥാന റിലേഷൻസ് ഉണ്ടല്ലോ. ആ ശക്തമായ നിലപാട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വകുപ്പ് ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ 12 പടത്തിന് അംഗീകാരം തരേണ്ട സാധ്യത ഉണ്ടായി. 6 പടങ്ങൾ എന്നിട്ടും സെൻസർ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ ഗവൺമെന്റ് നിലപാട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഒരു ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കില്ല. എല്ലാ പടവും കേരളത്തിലെ ജനങ്ങളെ കാണിക്കും എന്ന് പറയുന്ന കാര്യം ഔദ്യോഗികമായ ചില സാഹചര്യങ്ങളിൽ ചില നിലപാടുകൾ ഉദ്യോഗസ്ഥ സംവിധാനത്തെ സ്വീകരിക്കേണ്ടിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുക. ഉദ്ഘാടന സമ്മേളനത്തിൽ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. ഈ ഗവൺമെന്റ് ആരോടൊപ്പമാണ് എന്ന ചോദ്യം എപ്പോഴും നിരന്തരം ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതിജീവതയോടൊപ്പമാണ് ഈ ഗവൺമെന്റ്. ആ പ്രഖ്യാപനത്തിന് ശേഷം അതിന്റെ മറവിൽ വീണ്ടും വീണ്ടും കേരളത്തിൽ ഈ മേഖല പ്രവർത്തിക്കുന്ന ഒട്ടേറെ സ്ത്രീരത്നങ്ങളെ ആക്ഷേപിക്കാനും ആക്രമിക്കാനും നടത്തുന്ന ഹീനമായ ശ്രമങ്ങളെ ശക്തമായി നേരിടും എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു, അവർക്കൊപ്പമാണ്. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം ഗവൺമെന്റ് ഉണ്ട്. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി